الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم ألم نجعل له عينين ولسانا وشفتين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഏർപ്പെട്ട ഒരു യുദ്ധം, ആ യുദ്ധത്തെ തുടർന്ന് നിരവധി സ്വഹാബാക്കൾ രക്തസാക്ഷികളായി വീണു. അതിൽ പ്രബലനായ ഒരു സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ വിവിധ രക്തസാക്ഷികളുടെ ജനാസകൾ വാരിക്കൂട്ടി അവരെ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വഹാബാക്കളും റസൂലുള്ളാഹിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം പുരണ്ട് പൊട്ടിപ്പടലങ്ങൾ പുരണ്ട് ജീവനറ്റ് കിടക്കുന്ന ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസയുടെ അടുക്കിലേക്ക് ഓടി വന്ന ഒരു സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് എന്ന് ഒരഭിപ്രായം വരുന്നുണ്ട്. ആ മാതാവ് തൻ്റെ മകനെ നോക്കി പറയുന്നുണ്ട്, ഹനി അല്ലക്കൽ ജന്ന. ആ മകൻ രക്തസാക്ഷിയായി കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടും ഉമ്മ പറഞ്ഞ ആശ്വാസം കണ്ട തിരുവാക്കിതാണ്, മംഗളം നേരുന്ന മകനെ, നിനക്ക് സ്വർഗമുണ്ടല്ലോ എന്ന്. നീ വീരമരണം വരിച്ചിരിക്കുകയാണ്, രക്തസാക്ഷിത്വത്തിലൂടെ സ്വർഗം നീ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്, ഈ മരണം നിനക്ക് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അവർ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അവർ സ്വയം ആശ്വസിക്കുകയും തൻ്റെ മകനോട്, ആ മയ്യത്തിനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ പ്രസ്താവനയോട് തികച്ചും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കി. അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് പറയുന്നത്? അയാൾ ഒരു പക്ഷേ അയാൾക്ക് ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടാകും ജീവിതത്തിൽ, അനാവശ്യമായത് എന്തെങ്കിലും. ലഅല്ലഹു യതകല്ലമു മാ ലാ യഗ്നീഹി, ജീവിതത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ, അനാവശ്യമായ സംസാരങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് അനർത്ഥമാകില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ മനുഷ്യന് എങ്ങനെ സ്വർഗം ലഭ്യമാകും? സ്വർഗം ലഭ്യമാകില്ല. അർദ്ധശൂന്യമായ പ്രസ്താവനയായി പോകില്ല നിങ്ങൾ ഈ പറഞ്ഞത്.
അതുപോലെ തന്നെ അദ്ദേഹം അയാൾക്ക് ഉപദ്രവമുണ്ടാക്കാത്ത, വ്യക്തിപരമായി നഷ്ടമുണ്ടാക്കാത്ത ഒരു ഉപകാരത്തിന്, ഒരു നല്ല കാര്യത്തിന് തടസ്സം നിന്നിട്ടുണ്ടാവും ജീവിതത്തിൽ. തനിക്കൊരു ഛേദവുമില്ലാത്ത, തനിക്കൊരു നഷ്ടവും വരുത്താത്ത ഒരു ഉപകാരം, മറ്റൊരാൾക്ക് കിട്ടാവുന്ന ഒരു ഉപകാരത്തിന് ഈ മനുഷ്യൻ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മനുഷ്യനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ അബദ്ധമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരുപാട് സഹാബാക്കൾ നിൽക്കുകയാണ്, സൈനിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര്. അവർക്ക് ആവേശം പകരാൻ ആ ഉമ്മ പറഞ്ഞ അതേ വാക്കുകൾ ഏറ്റുപറയലായിരുന്നു റസൂലിന് നല്ലത്. പിന്നെയും പിന്നെയും ആവേശത്തോടെ യുദ്ധം ചെയ്യാൻ ഇവരിറങ്ങും. യുദ്ധം ചെയ്യാൻ ആൾ വേണ്ടേ? അപ്പൊ സൈനികർക്ക് ആവേശം നൽകി ജീവൻ പണയം വെച്ച് ഈ മതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വേണ്ടി പോരാടുന്ന വലിയൊരു സൈനിക സംഘത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റസൂലിന് വേണമെങ്കിൽ ആ ഉമ്മ പറഞ്ഞത് കേട്ടില്ല എന്ന് നടിക്കാമായിരുന്നു. അല്ലെങ്കിൽ അതേ പ്രസ്താവന, അതേ അവർ പറഞ്ഞ 100% ശരിയാണ്, ഈ മനുഷ്യന് സ്വർഗമാണുള്ളത്, ഇതുപോലെ ധീരം രക്തസാക്ഷിയാവാൻ എൻ്റെയോടൊപ്പം ആരൊക്കെയുണ്ട് എന്ന് റസൂലിന് പറയാമായിരുന്നു. രക്തസാക്ഷിയായി മരിച്ചിട്ടും റസൂല് പറഞ്ഞത് മറ്റൊന്നാണ്. ആ മനുഷ്യന് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊന്ന് മാലായഗ്നിഹി എന്ന്, എത്തക്കല്ലമ മാലായഗ്നിഹി, അനാവശ്യമായ സംസാരങ്ങളിൽ ഒരു മനുഷ്യൻ ഏർപ്പെട്ടേക്കാം. ഈ അനാവശ്യമായ വാക്കുകൾ ജീവിതത്തിൽ പറഞ്ഞു കടന്നു പോകുമ്പോൾ അത് ജീവിതത്തിനപ്പുറത്തേക്ക് നമുക്കിവിടെ കരം കൊടുക്കണം. നമ്മൾ പറയും നമ്മുടെ നാക്കാണ്, നമ്മുടെ വാക്കാണ്, ഇവിടെ ആർക്കും കരം കൊടുക്കേണ്ട സംസാരിക്കാൻ. അത് ഇവിടെ ആർക്കും നിങ്ങൾ കരം കൊടുക്കണ്ട. അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യൻ നൽകപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ലോകത്തെവിടെയും മനുഷ്യന്റെ മൗലികമായ അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത്. നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് പറയാം എന്ത് വേണമെങ്കിലും. ഇവിടെ ആർക്കും കരം കൊടുക്കണ്ട അതിനു വേണ്ടി. പക്ഷെ കണക്ക് പറയണമല്ലോ നിങ്ങൾ പടച്ചവനോട്. നിങ്ങൾ സംസാരിച്ച ഓരോ വാക്കുകൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്കുണ്ട്. ആ വാക്കുകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? നമ്മൾ കണക്കാക്കുന്ന പറഞ്ഞുപോയ വാക്കുകളെല്ലാം അങ്ങനെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. പിന്നിട്ട് പോയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നു, ആർക്കൊക്കെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, ആർക്കൊക്കെ സന്തോഷം നൽകിയിരിക്കുന്നു, അതൊക്കെ നമ്മൾ മറന്നിരിക്കുന്നു. കാലമെല്ലാം മറപ്പിച്ചിരിക്കുന്നു. പറഞ്ഞുപോയ വാക്കുകളെല്ലാം കാറ്റിൽ സഞ്ചരിച്ച ശബ്ദ തരംഗങ്ങളായി അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതങ്ങ് മുന്നൊരു വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മൊഴിഞ്ഞ ഓരോ വാക്കുകളും രേഖയാണ് എന്ന്. നിങ്ങൾ മൊഴിഞ്ഞ ഓരോ വാക്കുകളും രേഖയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അത് ആദ്യമേ അറിയണമായിരുന്നു മനുഷ്യൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഓരോ വാക്കുകളും മനുഷ്യരെ വളരെ വിലപ്പെട്ടതാണ്. കരം കൊടുത്തില്ല എങ്കിലും കണക്ക് വെക്കേണ്ടി വരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും സംസാരിക്കുന്നത്. നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം അതാണ് നമ്മുടെ സംസാരശേഷി എന്നുള്ളത്. അല്ലമഹുൽ ബയാൻ, ആശയവിനിമയത്തിന് വേണ്ടി ഭാഷയെ വശപ്പെടുത്തി നൽകിയവൻ, ആശയങ്ങൾ പരസ്പരം പങ്കിടാൻ വേണ്ടി നാവിനിലൂടെ, തൊണ്ടയിലൂടെ, നാവിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളെ സംവിധാനിച്ചവൻ, ആ അള്ളാഹു നൽകിയ മഹത്തായ മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ് അവന്റെ ഈ സംസാരശേഷി എന്നുള്ളത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. മനുഷ്യരെ നിങ്ങൾക്ക് 2 കണ്ണുകളും 2 ചുണ്ടുകളും ഒരു നാവും നാം നൽകിയില്ലേ എന്ന്. അള്ളാഹു മനുഷ്യന് ചെയ്ത അനുഗ്രഹങ്ങളിൽ ചിലതിനെ മാത്രം എടുത്തു പറയുന്നു. ചിലപ്പോഴൊക്കെ വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങളെങ്ങും അക്കമിട്ട് നിരത്താൻ നമ്മളെ കൊണ്ടാവില്ല. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളവരാണ് മനുഷ്യർ എന്നുള്ളത്. ആ മനുഷ്യൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില നിഅമത്തുകൾ അള്ളാഹു എടുത്ത് മുന്നോട്ട് വെക്കും. എല്ലാ നിഅമത്തിനും നന്ദി കാണിക്കാൻ ബാധ്യതപ്പെട്ടവൻ മനുഷ്യൻ. അതിൽ പ്രധാനപ്പെട്ടത് ഈ 2 കണ്ണുകൾ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ? റബ്ബ് നൽകിയ അനുഗ്രഹമാണ് ഈ കണ്ണെന്നും ഇതിന്റെ കാഴ്ചശക്തിയെന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിൽ പലപ്പോഴും ഈ കണ്ണുകൾ കൊണ്ട് മ്ലേച്ഛങ്ങൾ കാണാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ഒരിക്കലും മോശമായത് നോക്കിക്കാണാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ആലോചിക്കേണ്ട ഒരു മേഖലയാണ്. റബ്ബ് ഓർമ്മപ്പെടുത്താൻ, തട്ടി വിളിച്ച് മനുഷ്യനോട് പറയണം, നിന്റെ കണ്ണുകൾ എന്റെ അനുഗ്രഹമാണ് എന്ന്. വലിസാനം, നിനക്കൊരു നാവ് നൽകിയല്ലോ, ഒരു നാവ് അത് നിനക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന്. വശഫത്തൈനി, 2 ചുണ്ടുകളും, 2 കണ്ണുകളും 2 ചുണ്ടുകളും പറഞ്ഞതിന്റെ നടുക്കാർ അള്ളാഹു പറഞ്ഞു ഒരു നാവെന്ന്. എല്ലാം 2ആയി നൽകിയിട്ടുണ്ട് അള്ളാഹു. 2 കാല്, 2 കൈ, 2 കാത്, 2 കണ്ണ്, 2 ചുണ്ട്. പക്ഷെ നാവ് ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നെ ധാരാളമാണല്ലോ. ഒരു നാവുണ്ടായിട്ടേ ഇത്രയും പ്രശ്നക്കാരനാ മനുഷ്യൻ. ഒറ്റ നാവ്, ആ നാവിനാണെങ്കിലോ റസൂല് പറഞ്ഞല്ലോ, നിന്റെ നാവിനിടയിൽ എത്ര മറയുണ്ട് എന്ന്. 2 ചുണ്ടുകളും 32 പല്ലുകളും കൊണ്ട് കോട്ട കെട്ടി താവളമുണ്ടാക്കിയിട്ടും ഈ നാവ് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തു ചാടി വരുന്നില്ലേ? അത്രയും അപകടകാരിയായത് കൊണ്ടാണ് നാവ് ഒന്നാക്കിയത്. പക്ഷെ അത് 2 ഉണ്ട്. അതിന് ഇരുതല മൂർച്ചയുള്ളൊരു വാല് പോലെയാണ് നാവ് എന്നുള്ളത്. അതിൽ അനുഗ്രഹവുമുണ്ട്, അതിൽ ആപത്തുമുണ്ട്. അനുഗ്രഹം എടുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയണം.
തബ്ബൻ ലിൽ ദഹബി തബ്ബൻ ലിൽ ഫില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന യക്നസൂന ദഹബ വൽ ഫില്ല എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വർണവും വെള്ളിയും ഒക്കെ നിധിശേഖരങ്ങളായി അതൊക്കെ വലിയ ഭാവിയുടെ ഭാസുരതയ്ക്ക് വേണ്ടി മനുഷ്യൻ പ്രിയപ്പെട്ട് ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഭാവിയുടെ ഭദ്രത ഈ പണത്തിലാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് അതിനെ നിധിശേഖരങ്ങളാക്കി നിക്ഷേപങ്ങളാക്കി മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ശപിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി. ആ ശാപങ്ങൾ ഖുർആൻ സംസാരിച്ച ശേഷം റസൂല് പറയാണ് തബ്ബൽ ലിൽ ദഹബി തബ്ബൽ ലിൽ ഫില്ല എന്ന്, സ്വർണത്തിനും വെള്ളിക്കും നാശമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾക്ക് വലിയൊരു പ്രതിസന്ധി പോലെ തോന്നി. കാരണം നോക്കുമ്പോൾ സമ്പാദ്യം മനുഷ്യന് സമ്പാദിക്കണ്ടേ, ആ സമ്പാദ്യങ്ങൾ ശേഖരിക്കണ്ടേ, ഭാവിയെക്കുറിച്ചൊരു കാൽക്കുലേഷൻ വേണ്ടേ, അതൊക്കെ വലിയ തെറ്റായി പോകുമോ എന്ന്. ഓരോ ദിവസവും സമ്പാദിക്കുന്നത് ആവശ്യത്തിന് അന്ന് വിനിയോഗിച്ചിട്ട് ബാക്കി മുഴുവനും ദാനം ചെയ്യണമോ? ഒരു രൂപ പോലും ശേഖരിക്കാൻ പാടില്ലേ? സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കാൻ പാടില്ലേ? ദിർഹമുകളും ദിനാറുകളും ശേഖരിക്കാൻ പാടില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സഹാബത്തിന് വേണ്ടി ആ ചോദ്യം പ്രവാചകന്റെ മുമ്പിൽ വെക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തയ്യാറായി. നബിയോട് ചോദിച്ചു, നബിയെ സഹാബാക്കൾ വലിയ പ്രതിസന്ധിയിലാണ്, പിന്നെ എന്താണ് നാളേക്ക് വേണ്ടി കരുതി വെക്കുക എന്ന്. ഈ ഒരു പ്രയോഗം വരുമ്പോൾ നമ്മൾ കാട് കയറി ചിന്തിക്കാൻ പാടില്ല. റസൂലൂടെ ഉദ്ദേശിക്കുന്നതും ഖുർആൻ ഉദ്ദേശിക്കുന്നതും വ്യക്തമാണല്ലോ. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? ഇത്രയും പരുക്കൻ ശൈലിയാണ്, അപ്പൊ ഒരു രൂപ പോലും വെക്കാൻ പോയി. അതല്ല റസൂല് പറഞ്ഞത്, അതല്ല ഖുർആൻ പറഞ്ഞതും. സമ്പാദിക്കണം, സമ്പാദങ്ങൾ നിങ്ങൾ നിക്ഷേപമാക്കണം, നാളേക്ക് വേണ്ടി കണക്കാക്കി വെക്കാം. പക്ഷെ അതിലൊക്കെ അതിന് ഓരോന്നിലും ഓരോ നാണയത്തിനും സാധുവിനൊരു അവകാശമുണ്ടല്ലോ. അതിന് സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയണം. എന്റെ അധ്വാനം, എന്റെ സമ്പാദ്യം എനിക്ക് ആവശ്യമുള്ളപ്പോൾ ചിലവാക്കും, ആവശ്യമില്ലാതെ ആൾക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതിന് കണക്കുണ്ട് എന്ന് കണക്കാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാ പറഞ്ഞത്. സക്കാത്ത് കൃത്യമായി കൊടുത്താല് ഈ പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും അതിന്റെ അവകാശങ്ങൾ നൽകിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നിധിയാക്കാം, നാളേക്ക് വേണ്ടി കണക്കാക്കി വെക്കാൻ കുഴപ്പമില്ല. അതാ ഖുർആൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ സഹാബത്ത് വന്ന് ചോദിക്കുമ്പോൾ റസൂലിന് മറ്റൊരു മറുപടി ആത്മീയമായിട്ട്, നാളേക്ക് വേണ്ടി പിന്നെ എന്താ കണക്ക് വെക്കാക്കുക? നാളെയുടെ നിക്ഷേപങ്ങളായിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്ത് കണക്കാക്കും നബിയെ? നാളെയും ജീവിതമില്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിസാനുൻ ദാക്കിർ വഖൽബുൻ ഷാക്കിർ എന്ന്. മൂന്ന് കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞത്. ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി കണക്കാക്കി വെക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിസാനുൻ ദാക്കിർ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു നാവ് നിങ്ങൾ നിക്ഷേപമാക്കുക. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു നാവ്, ആ നാവാണ് നാളെയുടെ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നാവ് കൊണ്ട് ഗുണമുണ്ട്. ഈ നാവ് കൊണ്ട് നമുക്ക് ദുനിയാവിലും വിജയമുണ്ട്, നാളെ പരലോകത്തും വിജയമുണ്ട്. അത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന നാവായിരിക്കണം, നല്ലത് പറയുന്ന നാവായിരിക്കണം. ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖ എന്ന് വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളെക്കാൾ പുണ്യമുണ്ടാകും നല്ലൊരു വാക്കിന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ലൊരു വാക്കുണ്ടല്ലോ, ഒരു നല്ല വാക്ക് മതിയാകും ഒരു മനുഷ്യന് പരലോകത്തിൽ രക്ഷപ്പെടാൻ. റസൂൽ പറയുന്നു, ഇന്നൽ അബ്ദ ല യതകല്ലമു ബികലിമത്തിൻ ലാ യുൽഖി ലഹാ ബാലൻ മിൻ ദിൽവാനില്ലാഹി. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഒരു മനുഷ്യൻ ദുനിയാവിൽ പറയും, ഒറ്റ വാക്ക്. ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അതുകൊണ്ട് വലിയ ഗൗരവവും കണക്കാക്കൂല. ഇതുകൊണ്ട് എന്റെ ജീവിതം മാറുമെന്നോ, ഇതെനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുമെന്നോ, ഇത് വലിയ പുണ്യമാണെന്നോ അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ടില്ല. ഒരു നല്ല വാക്ക് ആ മനുഷ്യൻ ഉരുവിടും. എന്തിന്റെ പേരില്ല? നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി പറയുന്നത്. പക്ഷെ അതിൽ അള്ളാഹുവിന് തൃപ്തിയുള്ള ആ വാക്കാണെങ്കിൽ ആ ഒരു ഒറ്റ വാക്ക് കൊണ്ട് ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു മനുഷ്യന് ജീവിതം തന്നെ മാറിയേക്കാം ഒരു നല്ല വാക്കുകൊണ്ട്. എന്നാൽ ഒരു മനുഷ്യർ വാക്ക് പറയും, ആ മനുഷ്യനാണെങ്കിലോ അയാൾ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ വരെ അടുത്തവനാണ്. സ്വർഗത്തിന്റെ വാതിൽ വരെ അടുത്ത് നിൽക്കാണ് കർമ്മങ്ങൾ കൊണ്ട്. ആ സമയത്തൊരു വാക്ക് പറയും, അപ്പോഴും അയാൾ ഗൗരവം കണ്ടിട്ടുണ്ടാവില്ല. മിൻ സഖത്തില്ലാഹി, അല്ലാഹുവിന് അതൃപ്തിയുള്ള വാക്ക്, തിന്മയുടെ അംശമുള്ള വാക്ക്, വിഷലിപ്തമായൊരു വാക്ക്. അങ്ങനെ ഒരു വാക്കൊരു മനുഷ്യൻ പറഞ്ഞു കഴിയുമ്പോ അയാളെ ഈ സനായിലേക്ക്, മദീനത്ത് നിന്ന് സനാ വരെയുള്ള വിദൂരതയിലേക്ക് സ്വർഗത്തിൽ നിന്ന് അയാൾ ആട്ടിപ്പാറ്റിച്ച് കളയുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു റിവായത്തിൽ അത് കാരണം ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമെന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരൊറ്റൊരു വാക്ക് കൊണ്ട് ഒരു മനുഷ്യന് സ്വർഗവും കിട്ടാം, ഒരു വാക്ക് കൊണ്ട് മനുഷ്യൻ നരകവും കിട്ടാമെന്ന്. നാവ് കൊണ്ട് രണ്ടും ഉണ്ട് എന്ന്. ഒരൊറ്റ നാവാ നമുക്കുള്ളത്, ആ നാവ് കൊണ്ട് രണ്ടും നേടാം, സ്വർഗവും പിടിക്കാം നരകവും പിടിക്കാമെന്ന്. അതുകൊണ്ട് റസൂൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നല്ലത് പറയണേ. പറയാനുണ്ടെങ്കിൽ നല്ലത് പറയുക.
ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അതാണ് വിവേകശാലികൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന്. ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും കണക്കുണ്ട് എന്നും ആ കണക്കുകൾ നോക്കിയിട്ട് പടച്ചവൻ വിചാരണ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നും തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നല്ലതാണെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് വിശ്വാസിക്ക് ഏറ്റവും ഭൂഷണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി എന്താണ്? സംസാരമാണ്. വായാടികൾ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറയണം. അസ്സർസാറൂന എന്ന് റസൂൽ പറഞ്ഞതുപോലെ വായാടികളെപ്പോലെ വായി തോന്നുന്നതെല്ലാം സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിജയം പോലും നമ്മുടെ നാവുകൾ നേടിയെടുത്തതാണ്. പലപ്പോഴും തർക്കിച്ച് വിജയിച്ചതൊക്കെ നാവിന്റെ ബലത്തിലാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന വാക്കുകൾ താൽക്കാലികമായ ദുനിയാവിന്റെ വിജയങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയോ തമാശ രൂപേണയോ അങ്ങനെ ഈ വിധത്തിലെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ മ്ലേച്ഛമായ വാക്കുകൾ, അസഭ്യങ്ങൾ, തമാശയ്ക്ക് പോലും ചീത്ത വിളിക്കുന്നവരാണ് നമ്മൾ. അറപ്പുളവാക്കുന്ന വാക്കുകൾ തമാശയ്ക്ക് പോലും പറയുന്ന ആൾക്കാരാണ്. വെറുപ്പിക്കുന്ന വാക്കുകൾ ഒരു സംഘത്തെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് സാർവത്രികമായി മാറിയിരിക്കുകയാണ്. വളരെ മോശമായ വൾഗറായ രണ്ട് മുന വരുന്ന അർത്ഥം വരുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതും അശ്ലീലങ്ങൾ പൊതുവേദികളിൽ പോലും പറയുന്നതിൽ ഒരു അറപ്പില്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. നമ്മുടെ നേതാവ് അങ്ങനെ ആയിരുന്നില്ല. വലാഖാന ഫാഹിഷം വലാ മുതഫഹിഷ എന്ന് അശ്ലീലം പറയുന്ന ആളുമായിരുന്നില്ല, അത് ആസ്വദിക്കുന്ന ആളുമായിരുന്നില്ല. അത്തരത്തിലുള്ള വാക്കുകൾ കേട്ടാൽ അറപ്പ റസൂലിന് ലജ്ജയോടെ തലകൾ താഴ്ത്തും, കണ്ണുകൾ കുറിപ്പിക്കും. റസൂലിന് എന്ത് ചെയ്യും? കോപമുണ്ടാകും അത്തരം വാക്കുകൾ പറയുന്നവരുടെ മുമ്പിൽ. കേൾക്കാൻ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല, തമാശക്കാണെങ്കിൽ പോലും. അപ്പൊ ആലോചിച്ച് നോക്കൂ, ആ നേതാവിന്റെ അനുയായികളെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുകയും അഭിമാനം കൊള്ളുകയും ആ പ്രവാചക പ്രേമം പറഞ്ഞുകൊണ്ട് നമ്മൾ ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ ആ പ്രവാചക ജീവിതത്തിന്റെ ചര്യകൾ ഏതെങ്കിലും ഒന്ന് ഒപ്പിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ റസൂലിന്റെ പേരിൽ പോലും നമ്മൾ പറയുന്ന വാക്കുകൾ, ആ റസൂലിന്റെ പേരിൽ, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ പോലും ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഅ്, മ്ലേച്ഛങ്ങൾ, പരസ്യമായുള്ള പ്രസ്താവനകൾ, മോശമായത് ഉറക്കെ പറയുന്നത്, മോശമായ പ്രവൃത്തികൾ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്, ഇതെങ്കിലും പടച്ചവന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ഖുർആൻ ഇവിടെ കൊട്ടിഘോഷിക്കാണ്. മനുഷ്യന് കാത് കേൾക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തില് നമ്മളിവിടെ DJ പാർട്ടിക്കാരുണ്ടാക്കുന്ന അതേ സിസ്റ്റങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ തെരുവുകളിൽ എന്ത് ചെയ്യുക? മ്യൂസിക്കുകളുടെ അകമ്പടിയോടെ പ്രവാചക സ്നേഹം കൊണ്ട് ഉറഞ്ഞാടുകയാണ് നമ്മൾ. ഈ ശബ്ദ കോലാഹലങ്ങളെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ അപ്രിയമായ പ്രവൃത്തി ചെയ്തിട്ടാണ് പ്രവാചക പ്രിയം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? ഇതൊരു ഭാഗം, അത് പറഞ്ഞതേ ഉള്ളൂ. ഈ വിധത്തിലുള്ള ഒരുപാട് പേക്കുത്തുകൾ നടക്കുന്നുണ്ട് ആഘോഷങ്ങളുടെ മറവിൽ. എന്നിട്ട് അതെല്ലാം എന്ത് ചെയ്യും? ഷോർട്സുകൾ, വീഡിയോകളാക്കി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ പുതുതലമുറയെ ആവേശം കൊള്ളിപ്പിച്ച് അടുത്ത വർഷം ഇതിനേക്കാൾ കെങ്കേമമായിട്ട് എല്ലായിടത്തും അവസാനം അടിയ. എല്ലായിടത്തും പ്രവാചക സ്നേഹം അനുരാഗികൾ എന്ന് പറഞ്ഞ് റബീഉൽ അവ്വലിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആൾക്കാരുടെ ആവേശ കമ്മിറ്റികൾ, ആവേശ കൂട്ടായ്മകൾ അവസാനം പരസ്പരം തല്ലും പിടിയിലും അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പാരമ്പര്യമില്ല, ഇതിൽ സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും വലിയ അപകടം, ഇതിൽ പൈശാചികതയുള്ളൂ. ഇതിന്റെ അവസാനവും ഈ പിശാച് വിജയിച്ചുകൊണ്ടല്ലാതെ അവസാനിക്കില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു മനുഷ്യന്റെ അനുരാഗം, സ്നേഹം, പ്രണയം, അത് ഏതർത്ഥത്തിൽ നിങ്ങൾ വാക്കുകൊണ്ട് ഉപയോഗിച്ചാലും ആ സ്നേഹത്തെ ഒരിക്കലും മോശമെന്ന് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനായി പിറന്നവരിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രിയം പ്രകടിപ്പിക്കാൻ മാന്യമായ വഴികളുണ്ട്. ഈ വൈകാരികമായ ചില ആവേശ പ്രകടനങ്ങൾ, അപക്വമായ ചില വ്യക്തികൾ ഉണ്ടായേക്കാം, അതൊക്കെ സഹിക്കാവുന്നതാണ്. അതിനും അപ്പുറത്തേക്ക് തിന്മകളൊക്കെ വാരിപ്പുണർന്നുകൊണ്ട് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാൻ നിന്നാല് വെള്ളിയാഴ്ച ജുമാ സമയത്ത് പോലും ജുമാ പോലും ഇല്ലാതെ ചെറുപ്പക്കാര് ആഘോഷങ്ങളുമായി തെരുവിലിറങ്ങിയാൽ അതിന് എങ്ങനെയാണ് ഈ പണ്ഡിത സമൂഹം ന്യായീകരിക്കുക? അതിലെവിടെയാണ് പ്രവാചക സ്നേഹം കാണാൻ കഴിയുക? ആഘോഷിക്കുന്നവനൊരു കാരണം, എല്ലാം ആഘോഷിക്കുന്നവന്, ന്യൂ ഇയർ ആഘോഷിക്കുന്നവന്, വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നവന്, ഓണം ആഘോഷിക്കുന്നവൻ, ദീപാവലി ആഘോഷിക്കുന്നവന്, അങ്ങനെ എല്ലാത്തരം ആഘോഷങ്ങളും ഏറ്റെടുത്ത് തെരുവിൽ നൃത്തം ചവിട്ടുന്നവന് മുഹമ്മദ് നബി അതൊരു കാരണമാക്കി മാറുന്നു റബീഉൽ അവ്വൽ 12 എന്നതിനപ്പുറത്ത് പ്രവാചകനുള്ള സ്നേഹം എവിടെയും കാണാൻ കഴിയില്ല. റസൂൽ പഠിപ്പിച്ചൊരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തെ സ്നേഹിക്കണം. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ ചര്യയെ സ്നേഹിച്ചവനാണ്, എന്റെ ചര്യയെ മുറുകെ പിടിച്ചവനാണ് എന്നെ സ്നേഹിച്ചവനെന്ന്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിലും റസൂലിനെ സ്നേഹിക്കണമെങ്കിലും ഒരു ഉപാധി നമ്മുടെ മുമ്പിൽ വെച്ചു, ഖുർആനും ഹദീസും.
നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കണോ, റസൂലിനെ സ്നേഹിക്കണോ, എന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജീവിതം നിങ്ങൾ പഠിക്കൂ, എന്റെ ജീവിതം നിങ്ങൾ പകർത്ത്, അതാ സ്നേഹമെന്ന്. ആ ജീവിതത്തോട് വിമുഖത കാണിച്ചിട്ട് ആ പ്രവാചകനെ കുറിച്ചുള്ള പഠനങ്ങൾ പോലും ഒരു തരത്തിൽ നടക്കാതെ ആ പ്രവാചകന്റെ ജീവിതത്തിനോടും ആ ചര്യയോടുമുള്ള എല്ലാ അർത്ഥത്തിലും വിമുഖത കാണിച്ചിട്ട് നമ്മൾ ഈ ആട്ടവും പാട്ടുമായിട്ട് തെരുവിലിറങ്ങിയാൽ അതിനെ പ്രവാചക സ്നേഹമെന്ന് ന്യായീകരിക്കാൻ ചില പണ്ഡിതന്മാർ ഒരു പക്ഷേ ഒത്താശ പറഞ്ഞേക്കാൻ ദുനിയാവിൽ പടച്ചവന്റെ കോടതിയിൽ നിൽക്കില്ല. ഇതിനു കൂടി കണക്ക് പറയേണ്ടി വരും. ഈ മതത്തിങ്ങനെ വികൃതമാക്കിയതിന്, അള്ളാഹു റസൂലിനെ ബാക്കിയുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ചതിന്, ജനങ്ങളൊക്കെ അവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് പൊതുവിടങ്ങൾ, തെരുവുകൾ. ഈ തെരുവുകൾ നടക്കുന്ന ഏത് മതത്തിന്റെ ആഘോഷങ്ങളും തെരുവിൽ ഒരു മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സമുണ്ടാക്കിക്കൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ അത് തടയപ്പെടേണ്ടത് എന്നതാണ് മാന്യത. അത് ചെയ്യണം. ഏതാഘോഷമാണെങ്കിലും, അത് നബിദിനത്തിന്റെ പേരിലാണെങ്കിലും പെരുന്നാളിന്റെ പേരിലാണെങ്കിലും ഏതിന്റെ പേരിലാണെങ്കിലും ഈ റോഡുകൾ എന്നുള്ളത് യാത്രയ്ക്കുള്ളതാണ്. യാത്രയ്ക്ക് മാർഗ തടസ്സമായി ആരാധനകളുടെ സഫ് കെട്ടിയാൽ പോലും കുറ്റമാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. നമസ്കരിക്കാൻ പള്ളി സ്ഥലം തികഞ്ഞില്ല, അതുകൊണ്ട് റോഡ് കൂടി കവർ ചെയ്ത് സഫ് കെട്ടിയാൽ അത് അന്യായമാണ്, അത് അക്രമമാണ്. ഒരു സമൂഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം, ഓരോ യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വിഘ്നമായിട്ട് നമ്മുടെ സഫുകൾ നിന്നാൽ പോലും അത് അപകടമാണ്, മോശമാണ്. മനുഷ്യന് ജീവൻ കൊണ്ടുള്ള ഓട്ടമാണ് റോഡിൽ നടക്കുന്നത്. ഒരു ആംബുലൻസിന് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു റോഡ് ബ്ലോക്ക് ആകുമ്പോൾ എത്ര കിലോമീറ്റർ പിന്നെ ചുറ്റിക്കറങ്ങണം. എല്ലാ വണ്ടിയും കൂടി ഒരിടത്ത് വരുമ്പോൾ എന്ന് മാത്രം ബ്ലോക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതല്ലേ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ആവശ്യക്കാരൻ പുറത്തിറങ്ങിയാണ്. അന്ന് വരെ മുഹമ്മദ് നബിയോട് ഒരു വെറുപ്പുമില്ല, ഒരു ഇഷ്ടവുമില്ല. ഒരു സാധാരണക്കാരൻ തൻ്റെ മകൻ ഒരു ആപത്തുണ്ടായിട്ട് അപകടം പിടിച്ച മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന വഴിയിൽ നബിദിന ഘോഷയാത്രയോ റാലിയോ തടസ്സമായാൽ അന്ന് ആ മനുഷ്യൻ മുഹമ്മദ് നബി വെറുക്കൂലേ? അയാളെ തോന്നുന്ന വിധത്തിലേക്ക് ചീത്ത വിളിക്കൂലേ? ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പേര് അവർക്കറിയാം, അറിയില്ല. പിന്നെ വിളിക്കാൻ അറിയാന്നുള്ള പേര് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ ചീത്ത വിളിപ്പിച്ചവരായിട്ട് ഈ പ്രവാചക സ്നേഹികൾ മാറുന്നില്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതല്ല സ്നേഹം, ഇതല്ല വേണ്ടതും. നമ്മൾ വേണ്ടത് അള്ളാഹു റസൂലിന്റെ ജീവിതം പഠിക്കുക എന്നുള്ളത്. റസൂൽ വളരെ ഗൗരവത്തോടെ പറയാണ്, നിന്റെ നാവുകൾ നീ നോക്കണം കേട്ടോ. പറയുന്ന വാക്കുകൾക്ക് ഉത്തരവാദിത്വം വേണമെന്ന്, പടച്ചവന് മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന്. മുആദ് ബിൻ ജബലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കുറിച്ച് സംസാരിച്ചു. എന്താണ് ദീനെന്ന്, എന്താണ് അതിന്റെ തൂണുകളെന്ന്, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന്, അതിന്റെ മേൽക്കൂര എന്താണെന്ന്, അങ്ങനെ ഓരോന്നും പറഞ്ഞു. ഇസ്ലാം കാര്യങ്ങൾ, നമസ്കാരത്തെക്കുറിച്ചും ഷഹാദത്തിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഓരോന്നും പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, ഒരിക്കൽ കൂടി വിശദീകരിച്ചു. എന്നിട്ട് റസൂൽ പറയാൻ, എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ചെടുത്തൊന്ന് ചുരുക്കി ഒറ്റവാക്കി പറയട്ടെ എന്ന്. എല്ലാം കൂടെ ഒന്നുകൂടി ചുരുക്കിയെടുത്തിട്ട് എന്താണ് ഇസ്ലാം എന്ന് ഒരൊറ്റ വാക്കിൽ ഞാൻ പറയട്ടെ എന്ന് മുആദ് ബിൻ ജബൽ പറഞ്ഞു. നബി, അതേ പറയണം നബി എന്ന്. റസൂൽ തന്നെ നാവ് പുറത്തേക്ക് എടുത്ത് അതിൽ പിടിച്ചിട്ട് കഫ് അലൈക ലിസാനക, ഈ നാവിനെ മുറുകെ പിടിച്ചോളാൻ. അതാ ഇസ്ലാം എന്ന്. ഈ നാവിനെ നീ മുറുകെ പിടിക്കണേ എന്ന്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന്. ആരാ ഇസ്ലാം? ആരാണ് മുസ്ലിം എന്ന്? അപരദ്രോഹം നാവ് കൊണ്ട് ചെയ്യാത്തവനാണ് മുസ്ലിം എന്ന്. മറ്റുള്ളവരെ അരിഞ്ഞു വീഴ്ത്താത്തവൻ, നാവ് കൊണ്ട് അരിഞ്ഞു വീഴ്ത്താത്തവനാണ് മുസ്ലിം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാവൊന്നും മുറുകെ പിടിക്കാൻ മുആദ് ബിൻ ജബൽ നബിയോട് ചോദിക്കാൻ, നബിയെ, ഈ നാവ് കാരണം മനുഷ്യൻ പിടിക്കപ്പെടുമോ എന്ന്, ഈ നാവ് കാരണമാണോ മനുഷ്യൻ നരകത്തിൽ പോവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് ബിൻ ജബൽ ചോദിക്കണം. സകലത്തുക ഉമ്മുക യാ മുആദ്, മുആദേ, നീ എന്ത് അബദ്ധമാണ് ഈ ചോദിക്കുന്നത്? ഈ നാവ് ചെയ്ത പാപമല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ നരകത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നാവ് ചെയ്ത പാപമല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ നരകത്തിലെത്തിക്കുക എന്ന്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ നരകത്തിൽ കടക്കാൻ കാരണമാകുന്ന അപകടകാരിയായ ഒരു വിഷപ്പാമ്പാണ് ഈ നാവ് എന്നുള്ളത്. ഈ നാവ്, ഇമാം ഷാഫി ഒരു പാടുന്ന ഒരു കവിതയുണ്ട്, എത്ര എത്ര മക്ബറകൾ, ശവകുടീരങ്ങൾ നിങ്ങൾ നോക്കൂ. നാവ് കാരണം കൊല്ലപ്പെട്ട മനുഷ്യരവർ. നാവ് കാരണം കൊല്ലപ്പെട്ടു പോയ മനുഷ്യരുടെ എത്ര ശ്മശാനം നമുക്കിവിടെ കാണാൻ കഴിയും. വലിയ വലിയ ധീരന്മാർ പോലും ഇത് കാണുമ്പോൾ ഭയന്നു പോകാറുണ്ട്. വലിയ വലിയ ധീരന്മാർക്ക് പോലും ഭയം തോന്നും. എത്രയോ മനുഷ്യർ അവരുടെ നാവ് കാരണം മരണപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് മനുഷ്യരെ, ഈ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. തീർച്ചയായിട്ടും അത് വലിയ വിഷമുള്ളൊരു സർപ്പമാണ്. നിങ്ങളത് കുത്തും. നിങ്ങളുടെ നാവുകൾ നിങ്ങളെ തന്നെ വിഷം ചുറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ നാവുകളെ ഒന്ന് മുറുകെ പിടിക്കണേ, ഇതൊന്ന് സൂക്ഷിക്കണേ എന്ന്. ഈ നാവിനെ സൂക്ഷിക്കണം. എന്തും പറയാമെന്നുള്ളത് നമ്മളൊരു അവകാശമായി എടുക്കല്ലേ. സംസാരിക്കാൻ അവകാശം നൽകിയവൻ ഇതിന് കണക്ക് വെക്കുമ്പോ പറയുന്ന ഓരോ വാക്കുകൾക്കും ഒരു മഹാൻ പറഞ്ഞത്,
എന്ന് അള്ളാഹു എന്നെ പരലോകത്ത് വെച്ച് നീ എന്തുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന വാക്കുകൾ ഞാൻ പറഞ്ഞത് എന്ന് അള്ളാഹുവിന് മറുപടി പറയാൻ കഴിയുന്ന വിധത്തിൽ ആലോചിച്ചിട്ടല്ല അതൊരു വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. അതാണ് ഞാനൊരു വാക്ക് പറയുമ്പോൾ പടച്ചോ നീ എന്തിനത് സംസാരിച്ചേ എന്ന് റബ്ബ് ചോദിച്ചാൽ അല്ലാഹു ഇന്ന ആവശ്യത്തിനാണ് ഇന്ന വാക്ക് ഞാൻ പറഞ്ഞത് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ പറയാൻ തൃപ്തികരമായൊരു മറുപടി ഇല്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂക്ഷ്മത പുലർത്തിയവർ കടന്നു പോയിട്ടുണ്ട്. അമിതമായ സംസാരം തന്നെ വലിയ അബദ്ധമാണ്. മൻ കസുറ കലാമുഹു കസുറ സഖ്തുഹു എന്ന്. ഒരു മനുഷ്യൻ ധാരാളമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന് ധാരാളമായി വീഴ്ചയും സംഭവിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥേഷ്ടം മനുഷ്യൻ സംസാരിച്ചാൽ ആ സംസാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന് വീഴ്ചകളും കൂടും. ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ നാവ് തട്ടി വീഴാറുണ്ട് എന്ന് വാക്ക്. നാവ് തട്ടി വീഴുന്നതാണ് കൂടുതൽ. നടക്കാൻ പഠിക്കുന്ന കുട്ടി വീണതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ നാവ് തെറ്റി വീഴാറുണ്ട്. അത് പാടില്ല. എന്തും പറയാവുന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, മനുഷ്യന് ഒരിക്കലും ആലോചിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അല്ലാഹുവിന് മുമ്പിൽ കണക്കുണ്ട്, അതിന് ചോദ്യമുണ്ട് എന്ന് ഗൗരവ സ്വഭാവം ഉണ്ടായിരിക്കണം. റബ്ബ് ചോദിക്കൂലേ എന്തിന് നീ ഇത് പറഞ്ഞു എന്ന്, എന്തിനാണ് ഇത് പറഞ്ഞതെന്ന്. ഓരോ വാക്കുകളും എന്ന് അവരൊരു കുള്ളത്തിയാണ് എന്ന്, പൊക്കം കുറഞ്ഞൊരാളെക്കുറിച്ച് പ്രവാചകന്റെ മറ്റൊരു പത്നിയെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞൊരു വാക്കാണ്, അവൾ കുസൈറയാണ്, കുള്ളത്തിയാണ് എന്നൊരു വാക്ക്. റസൂല് പറഞ്ഞത് ഈ വാക്കുണ്ടല്ലോ, ആയിഷ നിന്റെ ഈ വാക്ക് ഈ വിശാലമായ അറബിക്കടലിൽ കൊണ്ട് മുക്കിയാലുണ്ടല്ലോ അത് വിഷമായി പോകുന്നു. അതിവിശാലമായി കിടക്കുന്ന ഈ അറബിക്കടലിൽ നിന്റെ ഈ വാക്ക് കൊണ്ട് മുക്കിയാൽ ഒരു സമുദ്രം തന്നെ വിഷമായി പോകില്ല ആയിഷ എന്ന്. അത്രയും കടുത്തൊരു വാക്കാണ് നീ പറഞ്ഞിരിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്ര ഗൗരവമുണ്ടൊരു വാക്കിന്, ഒരു വാക്കിന് അത്രയും ഗൗരവമുണ്ടെന്ന്. അതുകൊണ്ട് ഓരോ വാക്കുകളും നമ്മൾ പറയുമ്പോൾ അതിൽ ഉപകാരമുണ്ടോ നന്മയുണ്ടോ എന്ന് ആലോചിക്കണം. നല്ലതല്ലെങ്കിൽ ആ വാക്ക് പറയാതിരിക്കുക. എവിടെയും ജയിക്കാൻ വേണ്ടി ആവേശത്തിൽ സംസാരിച്ചിരിക്കുന്ന ഒരാൾ ഈ നാവ് കൊണ്ട് ഉപകാരം ഉപദ്രവം ഒരുപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എത്രയോ പ്രശ്നങ്ങൾ ഈ നാവ് തീർത്തിരിക്കുന്നു. വലിയ വലിയ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. വലിയ വലിയ സംഘർഷങ്ങൾ നമ്മൾ ഈ സംസാരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. പല തർക്കങ്ങളും നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ നാവ് കൊണ്ട്. അത് നല്ലതാ, അത് മിടുക്കാണ്, അത് നല്ല കാര്യവും തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ ഈ നാവിന് വലിയ പങ്കുണ്ട്. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ ആരെങ്കിലും ആളെടുത്തുകൊണ്ടൊന്നും പെട്ടെന്ന് വെട്ടിക്കൊന്നാണോ? ഇവിടെ നടക്കുന്ന കലാപങ്ങൾ, ഇവിടെ നടക്കുന്ന സംഘർഷങ്ങൾ ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേർ തമ്മിൽ തുടങ്ങി വെച്ചതാണ്. വെറുതെ കയ്യാങ്കളിയിൽ തുടങ്ങിയതല്ല, അതെല്ലാം തുടങ്ങുന്നത് നാവ് കൊണ്ടാണ്. എല്ലാം തുടങ്ങുന്നത്, പല ആത്മഹത്യകൾ പോലും നടക്കുന്നത് സാരമായി നമ്മൾ കണക്കാക്കുന്ന, നിസാരമായി കണക്കാക്കുന്ന ചില വാക്കുകൾ സാരമായ കോട്ടമുണ്ടാക്കുമ്പോഴാണ്. പലപ്പോഴും ഈ ഭാര്യാഭർത്ത ബന്ധങ്ങൾക്കിടയിൽ, ദാമ്പത്യങ്ങൾക്കിടയിൽ വരുന്ന ആത്മഹത്യകൾ അവസാനം പറഞ്ഞൊരു വാക്കുകാരിക്കും കാരണം. അവസാനം പറഞ്ഞൊരു വാക്ക് കാരണമായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന സഡൻ ഒരു ആക്ഷൻ ഉണ്ടാവുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസത്തിൽ പോയിട്ട് അങ്ങ് തൂങ്ങാണ് ചില ആൾക്കാർ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണ്ടേ? അതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞൊരു കുറ്റം ഇവിടെ ഉണ്ട്. അള്ളാന്റെ കോടതിയിലും ഇത് കൊലയോളം സമാനമായി നിൽക്കുന്ന ഒരു കുറ്റമാവില്ലേ? അങ്ങനെയാണ് നീ പോയി ചാവാനാ പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു വാക്ക് നമ്മൾ പറയാമോ? നീ പോയി ചാവാൻ പറയും ഭർത്താവ് ഭാര്യയോട്. അങ്ങനെ പറയണം. ഇങ്ങനെയുള്ള വാക്ക് നമുക്ക് പറയാമോ? അങ്ങനെ പറയാൻ അനുവാദമുണ്ടോ? ഒരു മനുഷ്യൻ അവന്റെ പ്രശ്നം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, ഒരു തർക്ക സ്വഭാവം ഉന്നയിക്കുമ്പോൾ അതിൽ ആശ്വാസം കണ്ടെത്തുന്ന നല്ല വാക്കുകൾ പറയണ്ടേ? ആരെവിടെ പൊട്ടിത്തെറിച്ചാലും, ഒരു ദേഷ്യമുണ്ടായാലും, പ്രശ്നങ്ങൾ എടുത്തു വെച്ചാലും അതിന്റെ കാരണം അയാളുടെ മാനസിക സംഘർഷമാണ്. അത് മനസ്സിലാക്കാൻ കഴിയേണ്ടത് നമുക്ക്. അയാളെ പ്രയാസം കൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് കേട്ടുകൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. കേട്ട് കഴിഞ്ഞിട്ട് ഒരു തിരിച്ച് തർക്കിക്കാതെ, പരസ്പരം വഴക്കെടുക്കാതെ, ആശ്വസിക്കാവുന്ന പ്രതീക്ഷയുടെ വകയായി നല്ല വാക്കുകൾ പറയാൻ കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവില്ലേ? ഒരു മനുഷ്യന് ആശ്വാസമാവില്ലേ? കേട്ടുകൊടുക്കുന്നത് പോലും വലിയ കാര്യമാണ്. തർക്കിക്കാൻ നിൽക്കാൻ പാടില്ല. മർഡൂക്ക് പിക്താൾ ഹോളി ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് കൊണ്ടുവന്നോളാ. ക്രിസ്ത്യാനിയായിരുന്നു അയാള്, മർഡൂക്ക് പിക്താൾ. പക്ഷെ ഇസ്ലാമിലേക്ക് വന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കാരണം? അയാൾ ഈജിപ്തിൽ താമസിക്കുമ്പോൾ ഈജിപ്തിൽ ഒരു ഫ്ലാറ്റിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ, ഒരു വയോധികം വന്നിട്ട് കൊങ്ങയ്ക്ക് കുത്തി പുറത്തിറക്കി അയാൾ ഇടിച്ചു, വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു. ഈ ചെറുപ്പക്കാരൻ നോക്കി നിന്നത് കൊള്ളാണ്. ഇയാൾ പറയുന്നതൊക്കെ കേൾക്കാണ്, തള്ളുന്നതൊക്കെ തള്ളിയപ്പോഴൊക്കെ വീണപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. മറ്റേ വയസ്സായ പുള്ളിയാണ്. ഒരു വയസ്സം വന്നൊരു ചെറുപ്പക്കാരനെ എങ്ങനെ ദ്രോഹിച്ചിട്ട് ഇവ മിണ്ടാതെ നിൽക്കുകയാണ് ഇങ്ങനെ. അയാൾ പോയി അയാളെ പാട്ടിനെല്ലാം പറഞ്ഞിട്ട് എല്ലാം കേട്ട് നിന്ന് ഈ ചെറുപ്പക്കാരനോട് ഇയാൾ വന്ന് ചോദിച്ചത്, മഡൂക്ക് പിക്താൾ വന്ന് ചോദിച്ചത്, എന്താണ് ആരോഗ്യമുണ്ടല്ലോ, തണ്ടും തടിയുണ്ടല്ലോ, ഈ കിളവൻ ദുർബലൻ, നീ പിടിച്ചൊന്ന് തള്ളിയാൽ താഴെ പോയി വീഴും.
അയാളെ വായിരിക്കണ മൊത്തം കയറ്റി അയാൾ പിടിച്ചു കളിയപ്പോൾ എവിടെയും മറിഞ്ഞു വീണ് നാണക്കേടായി എല്ലാവരും നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നാണക്കേടായില്ലോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, അയാൾക്ക് പറയാൻ അവകാശമുണ്ട്, എനിക്ക് കേൾക്കാൻ ബാധ്യതയുണ്ടെന്ന്. കാരണം എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച കാര്യം അതാണ്. കാരണം കടം തന്നവനാണ് അയാൾ എനിക്ക് കടം തന്നവനാണ്. എൻ്റെ നേതാവിന് കടം കൊടുത്തൊരു ജൂതൻ തെരുവിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ട് മണിക്കൂറുകൾ. തോളിലിട്ടുകൊണ്ട് പോയ ഷാള് പിടിച്ച് വലിച്ചിട്ട് കഴുത്തിൽ മുറിവുണ്ടാക്കി. റസൂൽ പറഞ്ഞില്ലേ, സഹാബാക്കൾ ചാടി വീണു അയാൾക്കെതിരെ അടിക്കാൻ വേണ്ടിയിട്ട്. സഹാബത്തിനോട് പറഞ്ഞത്, അയാൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, എനിക്ക് കടം തന്നവനാണ്, പറ്റുമെങ്കിൽ കടം തീർക്കാൻ. ഒരു പകല് പ്രവാചകനെ പിടിച്ചു വെച്ച ഒരാള്. എത്ര അനുയായികളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഒരു അടി കൊടുക്കാൻ പറഞ്ഞാൽ തല വെട്ടിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ആണുങ്ങൾ ഒരുപാടുണ്ടായിട്ടും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അയാളോട് കടപ്പെട്ടവനാണ്, എനിക്ക് കടം തന്നവനോട് എന്നെ ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ആ കടബാധ്യത തീർത്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന്. പുറത്ത് നിന്ന് പൈസ കൊണ്ടുവന്ന് കൊടുത്ത് സെറ്റിൽമെന്റ് ക്ലിയർ ആക്കിയിട്ട് ആ തെരുവിന്ന് പോയത്. ആ മനുഷ്യൻ ആ കടം തീർത്തിട്ട് ആ കിട്ടിയ പണം കൊണ്ട് വീട്ടിൽ പോയില്ലേ, അന്നു മുതൽ ആ മനുഷ്യൻ ഇസ്ലാമാണ്. ഇങ്ങനെ ഒരു മതം പഠിപ്പിച്ചൊരു മനുഷ്യൻ, ഈ മനുഷ്യനെ പിൻപറ്റാതെ പിന്നെ ആരെ പറയെ പോകുമെന്ന്. പക്ഷെ ഈ സംഭവത്വമാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, മഡ്ഡൂക്ക് ആ മനുഷ്യൻ ഇത് മതിയായിരുന്നു, ഇങ്ങനെ ഒരു നേതാവുണ്ടോ എന്ന്. അങ്ങനെ മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ചത്, അങ്ങനെ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നത്. ഖുർആന്റെ ട്രാൻസ്ലേഷൻ എഴുതാൻ മാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ റസൂലിന്റെ അധ്യാപനങ്ങൾ മതിയായി എന്നുള്ളതാണ്. ജീവിതത്തിൽ പകർത്തിയപ്പോൾ അയാൾക്ക് പറയാൻ അവകാശമുണ്ട്, അത് കേട്ടുകൊടുത്തു. അപ്പൊ അയാളെ പ്രശ്നവും മാറുകയാണ് ഇവിടെ. അയാൾ നോക്കാൻ എന്തൊരു മഹത്വമുള്ള ജീവിത സംസ്കാരം. ഈ തിരിച്ചടിച്ചെങ്കിൽ തിരിച്ചതുപോലെ ചീത്ത വിളിച്ചാലോ, ഇത് നമ്മളൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അപ്പം നമുക്ക് കടം തന്ന ഒരുപാട് പേര്, എല്ലാവരും കടബാധ്യത ഇല്ലാത്ത ഒരു മനുഷ്യനും ഇവിടെ ഇരിപ്പില്ല. എല്ലാവരും കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് പൈസ ആവശ്യമാണ്. പണം വെക്കേണ്ടിടത്ത് അതിന് പകരം എന്ത് വെച്ചാലും നിൽക്കൂല. ദുനിയാവിൽ നമ്മുടെ ഒരു ആവശ്യം പണമാണ്. അവൾ പണം വെക്കേണ്ടത് പണം തന്നെ വെക്കണം. എനിക്ക് നല്ല സ്നേഹമുണ്ട് നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബില്ല് പരിഹരിക്കപ്പെടില്ല. പലചരക്കടയിലെ കടം വീടില്ല. പണം തന്നെ വെക്കണം. പലപ്പോഴും കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഉള്ളവൻ്റെ നിന്ന് മേടിക്കേണ്ടി വരും. ഉള്ളവൻ്റെ നിന്ന് മേടിക്കുമ്പോൾ കൊടുക്കാൻ നമ്മളൊരു മാർഗം കണ്ടെത്തണം. വെറുതെ പറ്റിക്കാൻ വേണ്ടി മേടിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ മേടിക്കുന്ന പൈസ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അയാൾ തന്നത് ആവശ്യമില്ലാതിരുന്നത് കൊണ്ടൊന്നുമല്ല, നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നതാണ്. അയാൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാതെ വന്നാൽ തിരിച്ചങ്ങോട്ട് ഗുണ്ടായിസം, അത് ഒരുപാട് പേരുടെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് കടം തന്ന് സഹായിച്ചിട്ട് ആ പണം ചോദിച്ചു വരുന്നവരോട് നമ്മൾ തിരിച്ച് ഗുണ്ടായിസം കാണിക്കണം. പണം തന്നാലങ്ങ് തീരുമെന്ന്, തന്നായി തീരും, കൊടുത്ത് തീർക്കുന്നേ. കൊടുക്കാനില്ല എന്ന ഒഴിവ് കഴിവ് പറയുമ്പോൾ അതിലൊരു മാന്യത. അയാൾക്ക് മുമ്പ് ചെന്ന് അല്പം കൂടി സാവകാശം ഇല്ലാത്ത കൊണ്ടാണ്, നിവർത്തികേട് കൊണ്ടാണ് സാവകാശം ചോദിക്കുക. അപ്പോൾ അയാൾക്ക് അത് ആശ്വാസമാവും. ഒരുപക്ഷെ അയാൾ പിന്നെ സാവകാശം നൽകും. ഇത് അങ്ങോട്ട് ഗുണ്ടായിസമാണ്, വീട്ടിൽ കയറി വരാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, തരുമ്പോൾ തരും എന്നൊക്കെ പറയുന്നതൊക്കെ മാന്യതയില്ല. അയാൾക്ക് അവകാശമുണ്ട്. റസൂലിനെ പോലും തടഞ്ഞു വെച്ചിട്ടുണ്ട് കടത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് ഇതൊക്കെ തിണ്ണമെടുക്ക് കാണിക്കില്ല. അങ്ങനെ ഈ പഠിക്ക് നിൽക്കില്ല. നിവർത്തികേട് കണ്ടിട്ട് ഒരു കാരണം പറഞ്ഞ് നമ്മൾ കടം ചോദിക്കും. 1000 കാരണം അയാൾ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാറുമില്ല. പല ആൾക്കാരും പ്രശ്നമുള്ളത്. ഈ പല ആൾക്കാരും പ്രശ്നമാണ്. കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഇത് തിരിച്ച് കുതർക്കം പറഞ്ഞിട്ട് ഈ വർത്തമാനം പറഞ്ഞ് തിണ്ണമെടുക്ക് കാണിച്ച് ഉറക്കെ സംസാരിച്ചിട്ട് മാന്യന്മാരെ അപമാനിച്ചിറക്കി വിട്ടാൽ പിന്നെ അത് ചോദിച്ചു വരില്ല എന്നൊരു ഇടുക്കുണ്ടല്ലോ നമ്മളാ. അതൊന്നും ജയമല്ല മനുഷ്യരെ. ഇതൊക്കെ പടച്ചവന് മുമ്പിൽ കണക്കുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതിന് കൂടി അള്ളാഹു പിഴ ഈടാക്കുമ്പോഴാണ് മനുഷ്യർ ഈ കൊടുത്ത നാവ് എത്ര വിനയായി നമുക്ക് മാറിയെന്ന് പരലോകത്ത് ബോധ്യപ്പെടുക. നമ്മുടെ നാവുകൾ നമ്മുടെ പരലോകത്ത് എത്ര വിനയായി മാറിയിട്ടുണ്ട് എന്ന് മനുഷ്യർ തിരിച്ചറിയുമ്പോൾ അന്ന് നമ്മുടെ വിരലുകൾ ചവച്ചു തുപ്പേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഗൗരവത്തോടെ പറയുന്ന ഓരോ വാക്കുകളും അടുക്ക് വേണം, ചിട്ട വേണം. ആ പറയുന്ന വാക്കുകൾക്ക് ഉപകാരമുണ്ടാകണം. നല്ലതല്ലെങ്കിൽ ആ വാക്ക് പറയാതിരിക്കണം. മൻകാന യുഅ്മിനു ബില്ലാഹി ഫൽയൗമിൽ ആഖിരി ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്ന വാക്കുണ്ടല്ലോ റസൂൽ പറഞ്ഞത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വാക്ക് എപ്പോഴും നമ്മുടെ നെഞ്ചിൽ ഉണ്ടാകണം. ഓർത്തോർത്ത് നിൽക്കുക. പറയാൻ ആവശ്യമുള്ളതെങ്കിൽ മാത്രം പറയുക. ഇല്ലാത്തടത്ത് മൗനം തന്നെയാണ് വിദ്വാന് ഭൂഷണമെന്ന ആ വാക്കുകൾ ചേർത്ത് വെക്കാൻ ജീവിതത്തിൽ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വ ലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബാക്കളോട് സംസാരിക്കുമ്പോൾ
പോയ കാലത്ത് ജീവിച്ച 2 സഹോദരങ്ങളുടെ സംഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ആബിദാണ്, നല്ല ആബിദായ മനുഷ്യൻ. അദ്ദേഹം എപ്പോഴും ജീവിതത്തിൽ വലിയൊരു ജാഗ്രത പുലർത്തി പരലോകത്ത് വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് നന്നായി പഠിക്കുകയും നന്നായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ രണ്ടാമൻ നേരെ ഓപ്പോസിറ്റാണ്. അയാൾ ദുനിയാവിൻ്റെ പിറകെയുള്ള പരക്കം പച്ചിലാണ്. ഒരു തരത്തിലും ഒരു മതച്ചിട്ടയിൽ ജീവിക്കുന്ന ജീവിതമേ ആ മനുഷ്യനില്ല. ഒരു സൂക്ഷ്മതയും ഇല്ലാതെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് മറ്റേ ആളിനെ ഉപദേശിക്കലാണ് ഇയാളുടെ ബാധ്യത. ഈ ഉപദേശം പലപ്പോഴും നമ്മളെല്ലാവരും ഉപദേശിക്കാറുണ്ട്. ആ ഉപദേശത്തിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നല്ലവരാണ് എന്നതുകൂടിയാണ്. നമ്മളൊക്കെ നല്ല ആൾക്കാരായിരിക്കുന്നു, അവനാണ് കുറവ് എന്നുള്ളതുകൊണ്ട് ഉപദേശിക്കാൻ പോകാറുണ്ട്. അല്ലാതെ തന്നെ ചില ആൾക്കാർ വളരെ തീരെ തെറ്റിലേക്ക് പോകുന്ന ഒരാളോട് ഗുണകാംക്ഷപൂർവ്വം സ്നേഹത്തോടെയും പറയുന്നവരുണ്ട്. ഈ പറയുന്ന ടോണിന് ഒരു ഇതുണ്ട്. നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പോലെ ആരെയും നന്നാക്കാൻ ശ്രമിക്കില്ല, നന്നാവൂല. അയാളെ കുട്ടി നിന്നെ എന്തിനു കൊള്ളാടാ, നീ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ തോന്നിവാസങ്ങൾ ആദ്യം അതല്ല ഒരു പ്രബോധകന്റെ ശൈലിയാവേണ്ടത്. പക്ഷെ ഈ ശൈലിയിൽ ഇയാൾ സംസാരിക്കുക, ഈ കൂടപ്പുറപ്പിനെ കുറ്റപ്പെടുത്തി ഈ കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് അയാൾക്ക് വെറുപ്പായിട്ട് എൻ്റെ മേൽനോട്ടക്കാരനായിട്ടാണ് പടച്ചു പറഞ്ഞു വിട്ടതെന്ന്. നീ എന്നെ നോക്കാൻ വേണ്ടി, എന്നെ മേൽനോട്ടം നാക്കാൻ വേണ്ടി എൻ്റെ വാച്ച്മാനായിട്ട് നിന്നെ അയച്ചെങ്കിലല്ലോ എപ്പോഴും എൻ്റെ പറയണ കുറ്റം പറയാൻ. അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കിക്കൊള്ളാമെന്ന് ഈ സഹോദരന് അർത്ഥം മുറിച്ച് പറയേണ്ടി വന്നു. പക്ഷെ അത് ഈ മനുഷ്യനെ സംബന്ധിച്ച് വലിയ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ വാക്ക്. അതുകൊണ്ട് ഇയാൾ പറയാണ്, നിനക്ക് നരകം, നീ നരകത്തിലേ പോകും, നീ നരകത്തിൻ്റെ വിറകാണ് എന്നങ്ങ് മറുപടി പറയണം. പടച്ചോൻ റസൂലുള്ളാഹി പറയണം, ഈ ജീവിതമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി വെച്ചാൽ, ഞാൻ നരകമാണെങ്കിൽ ഞാൻ എൻ്റെ റബ്ബും കൂടെ തീർത്തോളാം, ഞാനും എൻ്റെ റബ്ബും തമ്മിൽ തീർത്തോളാം, നീ ഇതിൽ ഇടപെടണ്ട, പൊതുശല്യം പോലെ നീ നിരന്തരമായി എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു ചരിത്രം. റസൂല് പറയുന്നുണ്ട് ഈ 2 പേരുടെയും അവസാനം എങ്ങനെ ആവുമെന്ന്. എന്താവാൻ പോകുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതാണ് റസൂല് പറയണം, ഈ ഇവർ 2 പേരെയും പരലോകത്ത് വിചാരണയ്ക്ക് എത്തിക്കുമ്പോൾ അള്ളാഹു ചോദിക്കും, നീ എന്തിനാണ് നിന്റെ സഹോദരൻ നരകമുണ്ടെന്ന് പറഞ്ഞത്? അവൻ ചെയ്തത് എന്തോ ആയിക്കൊള്ളട്ടെ, നീ അയാൾക്ക് നരകമുണ്ട് എന്ന് പറയാൻ എൻ്റെ അധികാരത്തിൽ നിനക്കാരെ അധികാരം നൽകിയത്? നീ ആ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് എൻ്റെ അധികാരത്തിൽ കടന്നുള്ള വാക്കല്ലേ? അപ്പം നീ നല്ലവനായത് കൊണ്ട് നിനക്കങ്ങ് സ്വർഗം കിട്ടുമെന്ന് നീ അങ്ങ് സ്വയം ഉറപ്പിച്ചു. നിന്റെ കൂടപ്പുറപ്പിന് നരകം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നരകം നിനക്കിരിക്കട്ടെ എന്ന്. അയാൾക്ക് ആ നരകം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കാണ് കടന്ന് പറഞ്ഞൊരു വാക്ക്. എന്നാൽ മറ്റേ മനുഷ്യൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ റബ്ബും കൂടി നോക്കിക്കൊള്ളാമെന്ന്. ആ തിന്മയിൽ ജീവിക്കുമ്പോഴും മാപ്പ് നൽകിയാൽ, റബ്ബിന്റെ കാരുണ്യമുണ്ടായാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആ നല്ല വാക്ക്, ആ നല്ല വാക്കിന് സ്വർഗവും കൊടുത്തു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് വേറെ ഒന്നും ചിന്തിച്ചു പോകാനല്ല അള്ളാഹു റസൂൽ ഈ സംഭവം പറഞ്ഞു വെക്കുന്നത്. ഇതിനൊക്കെ പിന്നാമ്പുറത്ത് പിന്നെയും ചരിത്രമുണ്ട്, പിന്നെയും 2 പേരും ജീവിച്ചിട്ടുണ്ട്. അവിടെ വന്ന മാറ്റങ്ങളൊക്കെ വേറെ കിടക്കണം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സംഭവം റസൂൽ ഒരു ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നറിയുമോ? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ട് ഏത് തിന്മയിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യനും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കണമെന്ന്, ജീവിതം തിരുത്തി വരാനുള്ള സാഹചര്യം പടച്ചവും വെക്കാൻ റബ്ബിലെ പ്രതീക്ഷ ഒരു കാരണവശാലും ഒരു കുറ്റവാളികളും കളയാൻ പാടില്ല എന്ന്. രണ്ടാമത്, നല്ലവനായി പോയത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റപ്പെടുത്തി ഉപദേശിക്കുന്ന ശൈലി വെച്ച് പുലർത്തുന്നവർ അവർ സ്വർഗം ഉറപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് വേണ്ട എന്ന്. നമ്മളൊക്കെ ഉപദേശിക്കാറങ്ങും, ആൾക്കാരൊക്കെ നന്നാക്കാറങ്ങും. നമ്മളെ നല്ലവരായിട്ടില്ല മനുഷ്യരെ. ഏത് സ്റ്റേജിലാണ്, ഏത് വട്ടം കഴിഞ്ഞാണ് നമ്മൾ കൃത്യം ഒരു പോയിന്റിനപ്പുറത്താണ് നല്ലതിരിക്കുന്നത്, നമ്മൾ നല്ലവരാകുന്നത് എന്ന് നമുക്ക് എന്തെങ്കിലും രേഖയുണ്ടോ? ഇവിടം വരെ എത്തിയാൽ നിങ്ങൾ നല്ലവരായി, പിന്നെ നിങ്ങൾക്ക് ഉപദേശിക്കാം, പ്രവാചക തുല്യരാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു ആത്മവിശ്വാസം നമുക്ക് ഒരിക്കലും നല്ലതല്ല, ആപത്താണ്. അവിടെ നമ്മൾ അനാവശ്യമായി തർക്കിക്കുന്നത്, അനാവശ്യമായി മറ്റുള്ളവരോട് അവർ നരകത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെൻഷൻ വരുന്നത്. നമ്മുടെ നരകമേ വലിയ പ്രശ്നമാണ് മനുഷ്യരെ. നമ്മളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അത് പ്രബോധനം, കുറ്റപ്പെടുത്തലല്ല എന്ന് മനസ്സിലാക്കുക. ആ കുറ്റപ്പെടുത്തലിന്റെ പേരിൽ നമ്മൾ വാവിട്ട് പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർ, നമ്മൾ ഉപദേശങ്ങളൊക്കെ ചെന്ന് പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ അവനെ ശത്രുവായി കാണുന്ന രീതി എങ്ങും ഇസ്ലാമിലില്ലയോ? അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി അബൂ ത്വാലിബിന്റെ മുമ്പിൽ ആ സ്നേഹത്തോടെ നിൽക്കില്ലായിരുന്നു. റസൂൽ പ്രബോധനം തുടങ്ങിയത് മുതൽ അബൂ ത്വാലിബിന്റെ മരണക്കിടക്ക വരെയും റസൂൽ പറഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബിനോട്, പിതാവ് എന്ത് ചെയ്യണം, പിതാവ് താങ്കൾ ഷഹാദത്ത് ചൊല്ലണം, ഈ മതത്തിലേക്ക് വരണമെന്ന്. അവസാനം വരെ നിഷേധിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സ്നേഹത്തോടെ വിതുമ്പി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്റെ ശത്രുവാണ് എന്ന് വെറുപ്പല്ല അവിടെ ഉണ്ടായത്, കടപ്പാട് കൊണ്ട് സങ്കടപ്പെട്ടു പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ പ്രബോധകൻ. അവിടെ പ്രബോധകൻ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഉടനെ അനുസരിച്ച് അവർ നന്നായിക്കൊള്ളണം, അങ്ങനെ പിടിവാശിങ്ങും പാടില്ല. നമ്മൾ നല്ലവരായിരിക്കുമ്പോൾ നമ്മളെ കൂടപ്പിറപ്പും നാട്ടുകാരുമോടുള്ള ഗുണകാംക്ഷ അവരെങ്ങും നശിച്ചു പോകാൻ പാടില്ല എന്ന ആഗ്രഹം, ആ സ്നേഹവും കൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് സ്നേഹത്തോടെ ഉപദേശിക്കാം, സ്നേഹത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ആദർശം പങ്കിടാം. അത് സ്വീകരിച്ചില്ല എങ്കിൽ, നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ശത്രുവല്ല.
ശത്രുവാക്കാനും പാടില്ല. അതല്ല പ്രബോധകന്റെ സ്വഭാവം എന്നുള്ളത്. വെറുപ്പും വെക്കാൻ പാടില്ല. പിന്നെയും സ്നേഹം കൊണ്ട് പൊതിക്കണം ആ മനുഷ്യനെ. സ്നേഹം കൊണ്ട് കീഴടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. വെറുപ്പുണ്ടാക്കാൻ പാടില്ല. വെറുപ്പിൻ്റെ വാക്കുകളും പറയാൻ പാടില്ല. ഇത്തരത്തിൽ ആക്ഷേപത്തിൻ്റെയും ശാപത്തിൻ്റെയും വാക്കുകളും പറയാൻ പാടില്ല. അതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാക്കുക. ഓരോ വാക്കുകളും പടച്ചവൻ്റെ മുമ്പിൽ വിചാരണയ്ക്കെടുക്കപ്പെടും എന്നത് കൃത്യമായി ഓർക്കുക. എല്ലാ വാക്കുകളും രേഖയാക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വാക്കുകളും വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്ന നാളിൽ നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞു പോയ കോടിക്കണക്കിന് തിന്മയുടെ വാക്കുകളുടെ മുമ്പിൽ സമാധാനം പറയാൻ കഴിയാതെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് ഗൗരവത്തോട് ഓർത്തിട്ട് വേണം ഓരോ വാക്കുകളും ഒരുപാടാൻ. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.